ബീഹാർ രാഷ്ട്രീയത്തിൽ ആർ ജെ ഡി ഇപ്പോൾ കുറച്ചുകൂടി ശക്തി ആർജിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. പപ്പു യാദവോ അല്ലെങ്കിൽ കനയ്യകുമാറോ ഒന്നുമല്ല ബീഹാർ രാഷ്ട്രീയത്തിലെ പ്രധാനികൾ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മനസ്സിലായിരിക്കുന്നു. ആർ ജെ ഡിക്ക് ഒരു മുൻതൂക്കമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കൊരു മുൻതൂക്കമുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ തന്നെയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുക. പ്രധാനപ്പെട്ട രണ്ട് ജാതി വിഭാഗങ്ങളുടെ പിന്തുണ, ഇത് വളരെ വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ നേട്ടമാണ് ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രോസ് വോട്ട് ചെയ്യുവാനായിട്ടുള്ള ചില രാഷ്ട്രീയ തന്ത്രങ്ങളിലേക്ക് കൂടി ഇന്ത്യ മുന്നണി കടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമസ്കാരം. ബീഹാറിലെ JDU RJD പോരാട്ടത്തിനാണ് കളമൊരുങ്ങാൻ പോകുന്നത്. RJDയിലേക്ക് നേതാക്കന്മാരുടെ പ്രവാഹമാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. എങ്ങനെയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ RJD? ബീഹാർ രാഷ്ട്രീയത്തിൽ RJD ഇപ്പോൾ കുറച്ചുകൂടി ശക്തി ആർജിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. പക്ഷെ നമ്മൾ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ക്ലാരിറ്റി പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, ബീഹാർ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ പൂർണിയ മണ്ഡലത്തിന് പകരമായിട്ട് പൂർണിമ എന്ന് പറഞ്ഞു പോയിരുന്നു. അത് ടെക്നിക്കലി വന്നിട്ടുള്ള ഒരു എററാണ്, ക്ഷമിക്കുക. കാരണം നമ്മളിത് കുറേയധികം പേരുകൾ ഇങ്ങനെ നമ്മൾ പ്രോംപ്റ്റിലൊന്നും നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പേരുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും, അത് ക്ഷമിക്കുക. അപ്പോൾ ഈ ബീഹാർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. RJD കോൺഗ്രസ് സീറ്റ് ചർച്ച ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പപ്പു യാദവോ അല്ലെങ്കിൽ കനയ്യകുമാറോ ഒന്നുമല്ല ബീഹാർ രാഷ്ട്രീയത്തിലെ പ്രധാനികൾ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മനസ്സിലായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച 70 സീറ്റിൽ നിന്ന് വീണ്ടും 12 സീറ്റുകൾ കൂടി വിട്ടുകൊടുത്ത് 58 സീറ്റിൽ മത്സരിക്കുവാനായിട്ടുള്ള അവസാന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്നു. ഇനി ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെ സീറ്റുകൾ എവിടെയൊക്കെ മത്സരിക്കണം, അതായത് സീറ്റിന്റെ അക്കങ്ങൾ തമ്മിൽ ധാരണയായി. ഇനി ആരൊക്കെ ഏതൊക്കെ സീറ്റുകൾ, ഇനി സീറ്റുകളെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളും കൂടി അവസാനിക്കുന്നതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക അനൗൺസ്മെന്റ് നടത്താൻ വേണ്ടി സാധിക്കും. ഇനി 25 ദിവസം കൂടെയേ ഇന്ത്യ മുന്നണിക്കും NDAക്കും ഒക്കെ മുമ്പിലുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുക. ഏതെങ്കിലുമൊക്കെ പാർട്ടിക്ക് ഇനി കടന്നു വരാനുള്ള ഒരു സാഹചര്യം കൂടിയില്ലേ? ഇനി പുതിയൊരു പാർട്ടിയെ ഒന്നും ഇന്ത്യ മുന്നണി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചിരാഗ് പാസ്വാനൊക്കെ ആയിട്ടൊരു ഇനീഷ്യൽ ചർച്ചകൾ നടന്നിരുന്നു എങ്കിലും ഇനി വീണ്ടും ഈ ഒരു സീറ്റ് ധാരണയ്ക്കകത്തൊരു പൊളിച്ചെഴുത്ത് സാധ്യമല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം 143 സീറ്റിലാണ് ആര് മത്സരിച്ചിരുന്നത്, RJD മത്സരിച്ചത്. പക്ഷേ ഇപ്രാവശ്യം അവർ 8 സീറ്റ് കുറച്ച് 135 സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇപ്രാവശ്യം 32-33 സീറ്റുകൾ നൽകാൻ വേണ്ടിയിട്ട് പ്രാഥമികമായിട്ട് ധാരണ ആയിട്ടുണ്ട്. അതുകൂടാതെ VIP പാർട്ടി, മുക്കുവരുടെ പാർട്ടി, ഈ പാർട്ടിക്ക് 16 സീറ്റ് നൽകിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ LJPയിൽ നിന്ന് വിട്ടുവന്നിട്ടുള്ള പശുപതിയുടെ പാർട്ടിക്ക് 2 സീറ്റുകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ JMMന് 3 സീറ്റുകൾ നൽകുന്നുണ്ട്. ഈ കോൺഗ്രസ് 58 എന്നുള്ളൊരു സീറ്റ് അംഗീകരിച്ചതോടുകൂടി തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ബീഹാർ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി അവരുടെ പ്രകടനം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ നമുക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാഴ്ച എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൂർണിയ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു കുറെ അധികം കാലഘട്ടം MP ആയിട്ടിരുന്ന ഒരു വ്യക്തി സന്തോഷ് കുശവാഹ. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബീഹാറിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജനതാദൾ യുണൈറ്റഡിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും അല്ലെങ്കിൽ മുൻ MPമാര്, നിലവിലത്തെ MLAമാര് ഒക്കെ RJDയിലേക്ക് ചേരുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ RJDയിൽ ചേർന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. RJD വിജയിക്കുമെന്ന തോന്നലായിരിക്കുമോ? RJDക്ക് ഒരു മുൻതൂക്കമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കൊരു മുൻതൂക്കമുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ തന്നെയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുക. കാരണം ഇത് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ട്രെൻഡിനൊപ്പം പോകുന്നതാണ്. ആ ഒരു ട്രെൻഡ് ആർക്കാണോ അനുകൂലമായിട്ട് വരിക അതിനനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവുക. അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ട്, അത് നമ്മൾ കാണാതെ പോകരുത്. കാരണം ഇപ്പൊ ഈ ഇപ്പുറത്ത് പപ്പു യാദവും കനയ്യകുമാറും ഒക്കെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്തും ഇവിടെ രാഹുൽ ഗാന്ധി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമ്പാക്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ വേണ്ടി പറ്റുന്നതല്ല. പക്ഷെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം ഒഴുക്കിയത് ബാങ്ക് അക്കൗണ്ട്, ആ സ്ത്രീകളെ സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് RJDയും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ പൂർണിയ മണ്ഡലത്തിലെ കുറേയധികം വർഷങ്ങളായിട്ട് 2 ടൈം MP ആയിട്ടുണ്ടായിരുന്ന സന്തോഷ് കുശ്വാഹ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് അദ്ദേഹം RJDയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പൂർണിയ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭയിലേക്ക് 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും 20,000 വോട്ടുകൾക്ക് മാത്രമാണ്
പപ്പു യാദവിനോട് ഈ സന്തോഷ് കുശ്വാഹ പരാജയപ്പെട്ടത്. ആ സന്തോഷ് കുശ്വാഹ ഇന്ന് RJDയുടെ ഭാഗമായിട്ട് ചേരുകയാണ്. അപ്പോൾ RJDയുടെ ഭാഗമായിട്ട് ചേരുന്നതോടുകൂടി അവിടെ JDU എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ടാവുന്നു. അതുകൂടാതെ തന്നെ RJD പപ്പു യാദവിന് നൽകുന്ന ഒരു വാണിംഗ് കൂടിയാണ്. കാരണം അടുത്ത പ്രാവശ്യവും ഈ പപ്പു യാദവിന് അവിടെ നിന്ന് മത്സരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. മറിച്ച് ആരായിരിക്കും മത്സരിക്കുക? ഈ സന്തോഷ് കുശ്വാഹ ആയിരിക്കും മത്സരിക്കുക. അതുകൂടാണ്ട് കുശ്വാഹ എന്ന് പറയുന്നത് ഒരു ജാതിയാണ്. ഈ ജാതിയിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും വോട്ട് സമാഹരിക്കാനായിട്ട് ആർക്ക് സാധിക്കും? ഈ സന്തോഷ് കുശ്വാഹയിലൂടെ RJDക്കും ഇന്ത്യ മുന്നണിക്കും സാധിക്കും. അത് വളരെ വലിയൊരു മുന്നേറ്റമാണത്. അതിനെ നിസ്സാരവൽക്കരിക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരു കുശ്വാഹ എന്ന് പറയുന്ന ഒരു ജാതി സമുദായത്തെ മുഴുവനായിട്ട് RJDയുടെ ഭാഗമായിട്ട് കൊണ്ടുവരികയാണ് ഇപ്പോൾ. അത് വലിയൊരു കാര്യമാണ്. അത് RJDയെ സംബന്ധിച്ച് വളരെ വലിയൊരു നേട്ടമാണ്. കൂടാതെ സജീവ് കുമാർ എന്ന് പറയുന്ന ഒരു നിലവിലത്തെ MLA, അദ്ദേഹം പാർബറ്റ അസംബ്ലിയാണ് പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹം ഭൂമിഹർ എന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ ഭൂമിഹർ ജിപ്പിൽപ്പെട്ട മുഴുവൻ ആളുകളും ആരോടെടുക്കുന്നു? ഈ RJDയുമായിട്ട് അടുക്കുന്നു. അങ്ങനെ ബീഹാറിലെ പ്രധാനപ്പെട്ട 2 ജാതി സമുദായങ്ങൾ പൂർണ്ണമായിട്ടും ആരോടൊപ്പം വരികയാണ്? ഭൂമിഹറും അതോടൊപ്പം തന്നെ കുശ്വാഹ എന്ന് പറയുന്ന 2 ജാതി വിഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് മാറുകയാണ്. സഞ്ജീവ് കുമാർ എന്നൊക്കെ പറയുന്ന പ്രസന്റ് MLA, അദ്ദേഹം JDU MLA ആണ്. നിലവിലത്തെ JDU MLA ആണ്. അദ്ദേഹമാണ് JDU വിട്ടിട്ട് RJDയിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു പ്രകാശ് രഞ്ജൻ എന്ന് പറയുന്ന JDUവിന്റെ നേതാവ്, അത് പ്രസന്റ്ലി ഇപ്പോൾ ഉള്ള ബംഗ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇപ്രാവശ്യം JDU സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഗിരിധരി യാദവിന്റെ മകനാണ് പ്രകാശ് രഞ്ജൻ. ഇദ്ദേഹവും ഇന്ന് JDU വിട്ടിട്ട് RJDയിലേക്ക് ചേരുകയാണ്. അതായത് JDUവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിംഗ് MPയുടെ മകൻ RJDയിലേക്ക് ചേരണമെന്നുണ്ടെങ്കിൽ അയോഗ്യനാക്കപ്പെടുകയില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഗിരിധരി യാദവും എവിടെ എത്തുമായിരുന്നു? RJDയുടെ പാളയത്തിലേക്ക് എത്തുമായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഗിരിധരി യാദവിന്റെ മനസ്സ് കോൺഗ്രസിനൊപ്പവും RJDക്കൊപ്പവുമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സണ്ണിനെ ഇപ്രാവശ്യം അവിടെ ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിർത്തി അദ്ദേഹത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് നിർത്തി മത്സരിപ്പിച്ച RJDയുടെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിപ്പിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മറ്റൊരു MPയുടെ മുൻ ജഹാൻസ്ബർഗ് MP ഉണ്ട്. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള രാഹുൽ ശർമ്മ എന്ന് പറയുന്നത് ജഹാനാബാദ് MP ആയിരുന്ന ജഗദീഷ് ശർമ്മയുടെ മകനാണ്. ജഗദീഷ് ശർമ്മ നമ്മൾ പേര് കേട്ടിട്ടുള്ള ഒരു MP തന്നെയാണ്. അദ്ദേഹം ജഹാനാബാദിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള രാഹുൽ ശർമ്മയും RJDയുടെ ഭാഗമായിട്ട് ചേരുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 4 നേതാക്കന്മാർ, അതായത് സിറ്റിംഗ് MLA, അതുകൂടാണ്ട് എക്സ്-എംപിയുടെ മകൻ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 2 ജാതി വിഭാഗങ്ങളുടെ പിന്തുണ, ഇത് വളരെ വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ നേട്ടമാണ് ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇവയോട് വരാൻ പോകുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ചിരാഗ് പാസ്വാൻ എന്താണ് തീരുമാനമെടുക്കാൻ പോകുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. 52 സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രശാന്ത് കിഷോർ ഒരു സൈഡിൽ നിൽക്കുന്നു. പ്രശാന്ത് കിഷോർ BJPയുടെ B ടീം ആണ് എന്നുള്ള രീതിയിൽ നാഷണൽ മീഡിയ വരെ റിപ്പോർട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. JDUവും BJPയും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി. പക്ഷെ ചിരാഗ് പാസ്വാനെ നീക്കി വെച്ചിട്ടുള്ള എച്ചിൽ കഷ്ണങ്ങൾ 20-25 സീറ്റാണ്. ചിരാഗ് പാസ്വാൻ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ചിരാഗ് പാസ്വാൻ ഏറ്റവും കുറഞ്ഞത് 40 സീറ്റെങ്കിലും കിട്ടിയാൽ മാത്രമേ ചിരാഗ് പാസ്വാൻ NDA മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ മറിച്ച് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരാഗ് പാസ്വാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കും, ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കും. സാധിക്കുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളും അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ബുദ്ധി ഒരുപക്ഷെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 സീറ്റിലേക്ക് ചിരാഗ് പാസ്വാനിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് ക്രോസ് വോട്ടിംഗ് നടന്നു കഴിഞ്ഞാൽ, അതായത് RJDയും കോൺഗ്രസും അല്ലെങ്കിൽ ലെഫ്റ്റ് പാർട്ടികളും ഒക്കെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ചിരാഗ് പാസ്വാന്റെ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തും. പക്ഷെ എങ്കിൽ തന്നെയും ക്രോസ് വോട്ട് ചെയ്യുവാനായിട്ടുള്ള ചില രാഷ്ട്രീയ തന്ത്രങ്ങളിലേക്ക് കൂടി ഇന്ത്യ മുന്നണി കടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴും രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കാണ് ബീഹാറിൽ സാധ്യതകളുള്ളത്. വരും ദിവസങ്ങൾ, വരും മണിക്കൂറുകൾ ബീഹാറിന്റെ ഭാവി നിശ്ചയിക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്.